മഹാരാഷ്ട്രയിൽ വോട്ടെണ്ണൽ ഇന്ന് 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ ഫലമാണ് പുറത്തുവരുന്നത്. മുംബൈയിൽ മഹായുതിക്ക് വമ്പൻ വിജയമെന്ന് ഇന്നലെ വന്ന എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. 10 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. വിവരങ്ങളുമായ ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വമ്പൻ വിജയമാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും 10 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. പറയും. രാഖി, നിലവിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ വീറും വാശിയും നിറഞ്ഞു നിന്ന തെരഞ്ഞെടുപ്പായിരുന്നു മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. അത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, അവിടെയാണ് ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായത്. രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും 20 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് മത്സരരംഗത്തിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹായുതി സഖ്യം അത് BJPയുടെ നേതൃത്വത്തിലുള്ളതാണ്. ആ സഖ്യത്തിനെതിരെയാണ് അവർ മത്സരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളുകൾ മഹായുതി സഖ്യത്തിന് 130-ലധികം സീറ്റുകൾ അവിടെ ലഭിക്കും എന്നാണ് പറയുന്നത്. 227 സീറ്റുകൾ ഉള്ളതിലാണ് 130-ഉം BJP സഖ്യം പിടിക്കും എന്ന് പറയുന്നത്. അതായത് താക്കറെ കുടുംബം ഒന്നാകെ ഒറ്റക്കെട്ടായി ഇറങ്ങിയിട്ടും BJPയുടെ മുന്നേറ്റത്തെ തടയാൻ സാധിച്ചില്ല എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. BJP ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മഹാരാഷ്ട്രയിൽ മാറുമോ എന്നറിയാൻ ഇനി 1 മണിക്കൂറിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാമത് പൂനെ ഉൾപ്പെടെയുള്ള ബെൽറ്റ്, അതോടൊപ്പം തന്നെ നാഗ്പൂർ ഉൾപ്പെടെയുള്ള മേഖല, അങ്ങനെ വിവിധ മേഖലകളിൽ ഇന്നിപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ റിസൾട്ട് ഇന്ന് വരികയാണ്. അവിടെയെല്ലാം തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് BJP കണക്ക് കൂട്ടുന്നു. പൂനെ ബെൽറ്റിൽ ശരത് പവാറിൻ്റെയും അതോടൊപ്പം അജിത് പവാറിൻ്റെയും NCPകൾ ഒരുമിച്ചാണ് മത്സരിച്ചത്. അത് ഒരു പക്ഷേ ഈ ശരത് പവാറിൻ്റെ പാർട്ടിയും NDAയിലേക്ക് എത്താനുള്ള സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് ഭാവിയിൽ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് മഹാരാഷ്ട്രയിൽ. അതോടൊപ്പം തന്നെ 2000-ലധികം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അവിടെ നടന്നിരുന്നു. അതിന്റെ വോട്ടെണ്ണലും ഇന്ന് നടക്കുന്നുണ്ട്. ശരി ശ്രീകാന്ത്, മഹാരാഷ്ട്രയിൽ വോട്ടെണ്ണൽ 10 മണിയോടുകൂടി ആരംഭിക്കും. 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ ഫലമാണ് പുറത്ത് വരിക. മുംബൈയിൽ മഹായുതിക്ക് വമ്പൻ വിജയമുണ്ടാകുമെന്നാണ് ഇന്നലെ പുറത്തുവന്ന 4 എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നത്. വിവരങ്ങൾ നൽകിയത് ശ്രീകാന്താണ്.